സി എ ഫൗണ്ടേഷൻ എക്സാംസിന് ഇനി നമുക്ക് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. സോ ഇനിയുള്ള ഡേയ്സ് എങ്ങനെ നമുക്ക് എഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമെന്നും എക്സാമിന് മാക്സിമം മാർക്സ് നമുക്ക് എങ്ങനെ സ്കോർ ചെയ്യാം, ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ദിസ് വീഡിയോ ഈസ് പ്യൂർലി ഗോയിങ് ടു ബി അബൌട്ട് ലോ പേപ്പർ. ഇത് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ലെറ്റ് മീ നോ ഇഫ് ഐ ഷുഡ് ഡു ഫോർ ദി അതർ പേപ്പേഴ്സ്, അക്കൗണ്ട്സും എക്കണോമിക്സും മാത്സിനൊക്കെ അക്കോർഡിംഗ്ലി ഇൻഷാല്ലാ ചെയ്യും. പൊതുവെ സ്റ്റുഡൻസ് പറയാറുള്ള പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ കുറേ പഠിച്ചിട്ടുണ്ട്, പക്ഷേ മാർക്സ് കിട്ടുന്നില്ല എന്നുള്ളത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്താ വെച്ചാൽ പഠിച്ചാൽ മാത്രം പോരാ, നമ്മൾ ആൻസർ ഷീറ്റാണ് ICA കാണാൻ പോകുന്നത്. അപ്പോൾ ആൻസർ ഷീറ്റിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലുള്ള ആൻസേഴ്സ് വരണം. ദാറ്റ് ഈസ് മെയിൻലി അവർ ഫോക്കസ് ഈ വീഡിയോയിലൂടെ. ആൻഡ് കുറേ മോട്ടിവേഷൻ കാര്യങ്ങൾ പറയാനൊന്നുമില്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്, പഠിച്ച ചെറിയൊരു പോയിന്റ് പറയാനുള്ളത്. ഇഫ് അറ്റ് ഓൾ ഇതുവരെ നിങ്ങൾ വട്ട് എവർ എന്താ പറയുക, ഞാൻ പഠിച്ചിട്ടില്ല, കുറേ ഉഴപ്പി നടന്നു, ടൈം വേസ്റ്റ് ചെയ്തു, അങ്ങനത്തെ റിഗ്രറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെക്കുക. ഇപ്പോഴും ഹോപ്പ് ഉണ്ട്. ഐ വോണ്ട് യു ടു ഡു യുവർ ബെസ്റ്റ്. എനിക്കറിയുന്ന ഒരുപാട് കേസസിൽ ലാസ്റ്റ് മൊമെന്റിലും പഠിച്ച് CA ക്വാളിഫൈ ചെയ്ത ആൾക്കാർ, അതായത് ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ഒക്കെ അവിടെ നിൽക്കട്ടെ, ഫൈനൽ വരെ ക്ലിയർ ചെയ്തിട്ടുള്ള ആൾക്കാർ എനിക്ക് പരിചയമുണ്ട്. സോ ഐ ഡോണ്ട് വോണ്ട് യു ടു വേസ്റ്റ് യുവർ ടൈം എനി ഫർദർ. ഐ വോണ്ട് യു ടു പുട്ട് യുവർ മാക്സിമം എഫേർട്സ്. ലെറ്റ്സ് സീ, സ്റ്റാർട്ടിങ് വിത്ത് ലോ പേപ്പറിൽ ടൈം മാനേജ്മെന്റ്. എന്താണ് ഈ ടൈം മാനേജ്മെന്റ് എന്നുള്ള സാധനം? സി, നമ്മൾ ലോ പേപ്പറിന്റെ പ്രത്യേകത ആസ് കമ്പയർ ടു ബാക്കിയുള്ള പേപ്പേഴ്സ്, ഇവിടെ ദിസ് ഇസ് നോട്ട് ലൈക്ക് അക്കൗണ്ട്സ്, നമുക്ക് ഒരു ഫിക്സഡ് പാറ്റേണിൽ ഒരു ആൻസർ എഴുതാൻ പറ്റും. ദിസ് ഇസ് നോട്ട് ലൈക്ക് എക്കണോമിക്സും മാത്സും വേർബൈ നമുക്ക് MCQ ആണ്. ലോ പേപ്പറിൽ ഡിസ്ക്രിപ്റ്റീവായിട്ട് നമ്മൾ എഴുതുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ എത്ര വൃത്തിക്ക് എഴുതി പിടിപ്പിച്ച് കഴിഞ്ഞാലും ഒരു 6 മാർക്കിന്റെ ക്വസ്റ്റ്യന് ഇവാലുവേറ്ററിന് 6 മാർക്ക് തരിക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഫാക്ടറാണ്. കാരണം ഒരു 10 സ്റ്റുഡൻസ് ഒരേ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താലും അവരൊക്കെ ആൻസറിൽ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ അതിലൊരു കംപ്ലീറ്റ് മാർക്സ് കിട്ടുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സാധനമാണ്. സോ ഐ വോണ്ട് യു ടു ഫോക്കസ് ഓൺ പെർഫെക്റ്റ് ആൻസർ ക്രിയേറ്റ് ചെയ്യലല്ല നമ്മൾ ഫോക്കസ് ആവേണ്ടത്. നമ്മുടെ ഫോക്കസ് എപ്പോഴും ലോ പേപ്പറിൽ മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ 100% അറ്റൻഡ് ചെയ്യുക എന്നുള്ളതിലായിരിക്കണം. മാക്സിമം ആൻസേഴ്സ് എഴുതിയിട്ട് വേണം നമ്മൾ മാർക്സ് കൂട്ടാൻ നോക്കുക, റാദർ ദാൻ ആ ആൻസർ എങ്ങനെ പെർഫെക്റ്റ് ആക്കുക എന്നുള്ളത് ഫോക്കസ് ചെയ്യുന്നതിനേക്കാളും. അപ്പോൾ അവിടെ നമുക്ക് ഹെൽപ്ഫുൾ ആവാൻ പോണ ഫാക്ടേഴ്സ് എന്തൊക്കെ, ഇതെങ്ങനെ പ്രസന്റ് ചെയ്യണം, ഏറ്റവും ബേസിക് ആയിട്ട് മൈൻഡിൽ വെക്കേണ്ട പോയിന്റ് ആണ്. നമുക്ക് 100 മാർക്സ് അറ്റൻഡ് ചെയ്യാനുള്ള പേപ്പറിൽ നമുക്ക് 180 മിനിറ്റ്സ് ആണ് കിട്ടുന്നത്. നമ്മൾ പേപ്പറിന്റെ പാറ്റേൺ എന്തായിരിക്കും അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാതെ അവിടെ നിൽക്കട്ടെ. 100 മാർക്സ് അറ്റൻഡ് ചെയ്യാൻ 3 മണിക്കൂർ, 180 മിനിറ്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. വിച്ച് മീൻസ് ഒരു മാർക്ക് എഴുതാൻ നമുക്ക് എഫക്റ്റീവ്ലി നമുക്ക് 1.8 മിനിറ്റ്സ് ഉണ്ടാവും. 1.8 മിനിറ്റ്സ്. സോ അത് ഒബ്വിയസ്ലി നമ്മളൊരു 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ വി ക്യാൻ എത്ര 6 8 48 10.8 മിനിറ്റ്സ് ആണ് നമ്മുടെ കയ്യിലുണ്ടാവുക. 10.8 മിനിറ്റ്സ് ഉണ്ട് നിങ്ങളുടെ കയ്യിൽ, ഇൻക്ലൂഡിങ് ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കി അത് പ്രസന്റ് ചെയ്യുക, എല്ലാം ഈ ടൈമിനുള്ളിൽ കവേർഡ് ആവണം. ലിറ്ററലി നമ്മൾ വാച്ചിൽ ടൈം ഒരു ട്രാക്ക് ചെയ്തിട്ട് 10.8 മിനിറ്റ്സ് ആയി കഴിഞ്ഞാൽ നമ്മൾ ആൻസർ അവിടെ സ്റ്റോപ്പ് ചെയ്യണം, അടുത്ത ആൻസറിലേക്ക് പോകണം. ഇങ്ങനെ നമുക്ക് 100% അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അഗെയിൻ ഐ എം നോട്ട് സെയിങ് 100% പെർഫെക്ഷനോട് കൂടി അറ്റൻഡ് ചെയ്യുക. പെർഫെക്ഷനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടത് പേപ്പർ കംപ്ലീറ്റ് ചെയ്യുന്നതിലാണ്. ഇതൊക്കെ എങ്ങനെ ചെയ്യുക അത് നോക്കാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട്. എന്തൊക്കെ പോയിന്റ്സ് ആണ് ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് എന്നുള്ളത്. സ്റ്റാർട്ടിങ് വിത്ത് കോമൺ മിസ്റ്റേക്സ് എന്തൊക്കെയാണ് സ്റ്റുഡൻസ് വരുത്താറുള്ളത്. വെൻ ഐ സെഡ് ICA ഉദ്ദേശിച്ച രീതിയിൽ നിങ്ങൾ പേപ്പർ ആവണം, ICA തന്നെ മൾട്ടിപ്പിൾ ടൈംസ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവാലുവേറ്റേഴ്സ് റിവ്യൂ എന്നുള്ള പോയിന്റിലും ഒരുപാട് സെഷൻസിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ പോയിന്റ്സ് ആണ് ഞാനിവിടെ സമ്മറൈസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് പോയിന്റ്, സ്റ്റുഡൻസിന് പൊതുവേ വരുന്ന എപ്പോഴും വരാറുള്ള മിസ്റ്റേക്ക്, സെക്ഷൻ നമ്പേഴ്സ് കൂട്ട് ചെയ്യണോ. സെക്ഷൻ നമ്പേഴ്സ് നമുക്ക് CA ഫൗണ്ടേഷൻ ലെവലിൽ കമ്പൽസറി അല്ല. വെൻ യു സ്റ്റാർട്ട് ആൻ ആൻസർ, ഇഫ് യു നോ ദി സെക്ഷൻ നമ്പർ അത് കോട്ട് ചെയ്തോളി, അതൊരു ആഡഡ് ഇംപ്രഷൻ ഉണ്ടാവും. നമുക്ക് അവിടെ മാർക്സ് ലൈക്ക് ഐ സെറ്റ് ഫുൾ മാർക്സ് തരാൻ തോന്നാറില്ല എന്ന് പറയുമ്പോൾ അവിടെ കുറച്ച് മാർക്സ് കൂട്ടി തരാൻ ഒരു ഇംപ്രഷൻ സെറ്റ് ചെയ്യുന്ന സാധനമാണ് സെക്ഷൻ നമ്പർ. ഉറപ്പാണെങ്കിൽ മാത്രം കോട്ട് ചെയ്യാം കേട്ടോ. പലപ്പോഴും നമുക്ക് കോൺട്രാക്ട് ആക്ടിലൊക്കെ സ്പെസിഫിക്കലി ഒരേ ടോപ്പിക് മൾട്ടിപ്പിൾ സെക്ഷൻ ഡിസ്കസ് ചെയ്യാനായിട്ട് തോന്നും. അപ്പോൾ അവിടേക്ക് ജസ്റ്റ് റൈറ്റ് ആസ് പെർ റെലവൻറ്റ് പ്രൊവിഷൻസ് ഓഫ് ദി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുക. സോ നോട്ട് കമ്പൽസറി, അറിയുമെങ്കിൽ കോട്ട് ചെയ്യുക, ഒരു ആഡഡ് ഇംപ്രഷൻ ആണ്. സെക്കൻഡ് തിങ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുള്ളത്, ഭൂരിഭാഗം സ്റ്റുഡൻസും പ്രശ്നം ഉണ്ടാക്കാറുള്ളത് റിക്വയർമെന്റ് ഓഫ് ദി ക്വസ്റ്റ്യൻ എന്താ എന്ന് ക്ലിയർലി മനസ്സിലാക്കാതെ ആൻസർ ചെയ്യുക എന്നുള്ളിടത്താണ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ഇതിപ്പോൾ ഒരു സ്മോൾ കമ്പനിയുടെ ക്വസ്റ്റ്യൻ. ഈ ഒരു എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യുന്നതോട് കൂടി നമുക്ക് ഇതിൻ്റെ ഇപ്പോൾ പ്രസൻറ്റേഷൻ്റെ മെത്തേഡ് എന്താ എന്നുള്ളത് നമുക്ക് പ്രാക്ടിക്കലി ഒരു പിക്ചർ കിട്ടും. ഒരു സ്മോൾ കമ്പനിയുടെ ക്വസ്റ്റ്യൻ,
എച്ച് ലിമിറ്റഡ് ഒരു ഹോൾഡിംഗ് കമ്പനിയാണ്. എസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ അവരുടെ ലേറ്റസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 31 March 2022 പ്രകാരം എസ് പ്രൈവറ്റ് ലിമിറ്റഡ്, അതായത് ഈ സബ്സിഡറി കമ്പനിൻ്റെ ഡീറ്റെയിൽസ് ആണ് തരുന്നത്. അവരുടെ ടേൺ ഓവർ 1.8 CR ആണ്, ക്യാപിറ്റൽ 80 lakh ആണ്. ബോർഡ് വാണ്ട്സ് ടു അവെയിൽ ദി സ്റ്റേറ്റസ് ഓഫ് സ്മോൾ കമ്പനി. കമ്പനിയിലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് സ്മോൾ എന്നുള്ള സ്റ്റേറ്റസ് എടുക്കണം. ഹവർ CS അഡ്വൈസ് ചെയ്യാണ് കമ്പനി കാനോട്ട് ബി കാറ്റഗറൈസ് എ സ്മോൾ കമ്പനി. ബോർഡിന് സ്മോൾ എന്നുള്ള സ്റ്റേറ്റസ് എടുക്കണം, CS പറഞ്ഞത് കിട്ടൂല. In the light of the above facts and according to provisions of Companies Act, you are required to examine whether the contention of CS is correct. Examining the relevant provisions of the act. പ്രശ്നം ഉണ്ടാവാറ് എന്താ വെച്ചാൽ, സ്റ്റുഡൻസ് ഏകദേശം ഇത്രയൊക്കെ കാണുമ്പോൾ തന്നെ സ്മോൾ കമ്പനിയിലെ ക്വസ്റ്റ്യൻ, യെസ് ഐ നോ സ്മോൾ കമ്പനി, ഇന്ന് ഞാനൊരു കലക്കും, ഒരു സ്മോൾ കമ്പനി എന്താണെന്നുള്ള എഴുതി കൊടുക്കും. ആൻഡ് മാക്സിമം പോയി കഴിഞ്ഞാൽ കൺക്ലൂഷനിൽ പറയും ഇത് സ്മോൾ കമ്പനി ആണോ അല്ലേ. Now question was not about small company ആണോ അല്ലേ. Question's requirement was, according to provisions of companies, you are required to examine whether the contention of CS is correct. CS പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. സോ അൺടിൽ ആൻഡ് അൺലെസ് നിങ്ങളെ ആൻസറിന്റെ ഫൈനൽ പാർട്ടിൽ കണ്ടൻഷൻ ഓഫ് CS is correct എന്ന് പറയാത്തോടത്തോളം കാലം നിങ്ങൾക്ക് അതിന്റെ മാർക്ക് കിട്ടൂല. ഫോക്കസ് കെയർഫുള്ളി വെൻ ഐ സേ മാർക്ക് കിട്ടൂല, ഐ എം നോട്ട് സെയിങ് ബാക്കിയുള്ളതൊക്കെ എഴുതി കൊടുത്താൽ ഈ മൊത്തം ആൻസർ വെട്ടും എന്നല്ല പറയുന്നത്. ഓർ സെക്ഷൻ നമ്പർ കോട്ട് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു പോർഷനിൽ നമ്മൾ മിസ്റ്റേക്ക് വന്നാൽ നമ്മളെ മൊത്തം ആൻസർ വെട്ടും എന്നല്ല പറയണത്. ഓരോ സ്റ്റെപ്സിന് മാർക്ക് ഉണ്ടാവും. പ്രൊവിഷൻ പാരഗ്രാഫിന് സെപ്പറേറ്റ് മാർക്ക്, അനാലിസിസ് പാർട്ടിന് സെപ്പറേറ്റ് മാർക്സ്. സോ ഇത് എഴുതിയില്ലെങ്കിൽ നമുക്ക് അതിന്റെ കൺക്ലൂഷൻ പോയിന്റിൽ നമുക്ക് കിട്ടേണ്ട റെസ്പെക്റ്റീവ് മാർക്സ് നമുക്ക് കിട്ടാത്തൊരു സിറ്റുവേഷൻ വരും. ദാറ്റ് ഇസ് വാട്ട് വി മീൻ ബൈ റിക്വയർമെന്റ്. സാറേ നിങ്ങളിപ്പോൾ എന്തായാലും സ്മോൾ കമ്പനീനെ പറ്റിയല്ല ഇവിടെ എക്സാമ്പിൾ ആയിട്ട് എടുത്ത്, നമുക്ക് എപ്പോഴും ഉള്ള ഡൗട്ടാണ് സാറേ സ്മോൾ കമ്പനിയിൽ എന്ത് ലിമിറ്റാണ് എഴുതി കൊടുക്കേണ്ടത്, 4 ആണോ 40 ആണോ? നമ്മളെ വീഡിയോ ഭയങ്കര ലെങ്തി ആയി പോകും. അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ സ്മോൾ കമ്പനി എന്താണ് ഡെഫിനേഷൻ എന്നും നമ്മൾ എക്സാമിൽ എന്ത് എഴുതണം എന്നുള്ള ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യാം ഇഫ് യു ഹാവ് കൺഫ്യൂഷൻ ഇൻ ദാറ്റ് ഏരിയ. പിന്നെ നൗ കമ്മിങ് ടു പ്രസൻറ്റേഷൻ, എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം. അപ്പോൾ എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്, പിന്നെ നമുക്ക് കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. വാട്ട് ഇസ് കേസ് സ്റ്റഡി? കേസ് ലോ അല്ല പറയുന്നത്, കൂട്ടുന്ന വരുന്ന ജഡ്ജ്മെന്റ് അല്ല പറയുന്നത്. കേസ് സ്റ്റഡി നിങ്ങൾക്കൊരു സിനാരിയോ തരും, ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്തുണ്ടാവുക എന്ന് ചോദിച്ചിട്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ പ്രസന്റ് ചെയ്യാൻ പറ്റും? ബുള്ളറ്റ് പോയിന്റ്സ് പറ്റുമോ? പാരഗ്രാഫ് ആയിട്ട് എഴുതണോ? രണ്ടും അലൗഡാണ്. ശ്രദ്ധിക്കേണ്ട പോയിന്റ്, നിങ്ങൾ ഈ ബുള്ളറ്റ് പോയിന്റ്സ്, ഈ കുത്ത്, സ്റ്റാർ, ടിക്ക് അതിടാതെ 1 2 3 4 എഴുതുക, അല്ലെങ്കിൽ ABCD എഴുതുക, അല്ലെങ്കിൽ റോമൻ ലെറ്റേഴ്സ് എഴുതുക. സാറേ നമ്മളോട് സാറ് പറഞ്ഞിരുന്നു നിങ്ങൾ കുറെ കുത്തിട്ടോളി എന്നാൽ പിന്നെ എത്ര പോയിന്റ്സ് ഉണ്ടെന്ന് ഇവാലുവേറ്റർ കാണൂല. അവിടെ തന്നെ പ്രശ്നം, ലെങ്തി പേപ്പറാണ്. അപ്പോൾ ഇവാലുവേറ്ററിന്റെ പണി മാക്സിമം എളുപ്പമാക്കി കൊടുക്കുക. ദാറ്റ് സെറ്റ്സ് ആൻ ഇംപ്രഷൻ. നമ്മൾ എഴുതുന്ന പോയിന്റ്സ്, ഇപ്പോൾ ഈ ഇവിടെ നമ്മൾ പറഞ്ഞ പ്രൊവിഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ മെൻഷൻ ചെയ്യുമ്പോൾ അതിൽ ഓരോന്നിനും അണ്ടർലൈൻ ചെയ്ത് കൊടുക്കുക. കീവേഡ്സ് പോസിബിൾ ആണെങ്കിൽ അണ്ടർലൈൻ ചെയ്ത് കൊടുക്കുക. എത്ര പോയിന്റ്സ് ഉണ്ടെന്ന് നിങ്ങൾ തന്നെ സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്യുക. വാട്ട് ഹാപ്പൻസ് ഇവാലുവേറ്റർ ഒരുപാട് സ്റ്റുഡൻസിന്റെ പേപ്പേഴ്സ് ഇവാലുവേറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ ഈ സംഭവം അവിടെ ഇറ്റ് സെറ്റ്സ് ആൻ ഇംപ്രഷൻ. ഓക്കെ, ബുള്ളറ്റ് പോയിന്റ്സ് അലൗഡാണ്. ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ടുള്ള ആൻസേഴ്സിന്റെ കേസിൽ. അതല്ലാത്ത കേസിൽ നമ്മൾ പാരഗ്രാഫ് രീതിയിൽ മാക്സിമം നമ്മൾ പ്രസന്റേഷൻ റീറ്റെയിൻ ചെയ്യാൻ നോക്കുക. നമ്മൾ ചിലപ്പോൾ പഠിച്ചപ്പോൾ കുറേ ഫ്ലോ ചാർട്ടൊക്കെ ഉണ്ടാക്കി പഠിച്ചിട്ടുണ്ടാവും. അത് ബ്രെയിനിൽ ആ ടോപ്പിക്ക് റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. പക്ഷെ അത് പ്രസന്റ് ചെയ്യുന്ന സമയത്ത് ഫ്ലോ ചാർട്ടായിട്ടല്ല നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്. മാക്സിമം നമ്മൾ പാരഗ്രാഫ് എന്ന രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്യാൻ നോക്കണം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിന്റെ കേസിൽ. ആൻഡ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിന്റെ കേസിൽ ഇഫ് പോസിബിൾ നിങ്ങൾ ടോപ്പിക്കിന് വേണമെങ്കിൽ എക്സാമ്പിൾസും ഇട്ട് കൊടുത്തോളൂ. അതൊക്കെ നമുക്ക് മാർക്സ് ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആവും. ഒരു ടോപ്പിക്കിനെ പറ്റി നിങ്ങൾ സംസാരിച്ച് വരുമ്പോൾ അവിടെ നിങ്ങൾ എക്സാമ്പിൾ ഇട്ട് കൊടുക്കുക. എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് ഓഫറിൽ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓരോ പോയിന്റ്സും പറയുമ്പോൾ യു ക്യാൻ പ്രൊവൈഡ് എക്സാമ്പിൾസ് ഓവർ ദെയർ. കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് എങ്ങനെ ആൻസർ ചെയ്യും? കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് നമ്മൾ 4 പോർഷൻസ് ആയിട്ടാണ് നമ്മൾ ആൻസർ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക. വി സ്റ്റാർട്ട് വിത്ത് പ്രൊവിഷൻ പാരഗ്രാഫ്, പിന്നെ ഫാക്ട്, പിന്നെ അനാലിസിസ്, പിന്നെ കൺക്ലൂഷൻ. ഇതെന്താ സംഭവം? പ്രൊവിഷൻ വാട്ട് ഡസ് ദാറ്റ് മീൻ? ഇപ്പോൾ ഇവിടെ CS-ന്റെ കണ്ടൻഷൻ ശരിയാണോ എന്നാണ് ചോദിക്കുന്നത്. CS-ന്റെ കണ്ടൻഷൻ യെസ് ശരിയാണ്, കാരണം ഇങ്ങനെയാണ്, അല്ലെങ്കിൽ CS-ന്റെ കണ്ടൻഷൻ തെറ്റാണ്, കാരണം ഇങ്ങനെയാണ് എന്ന് എഴുതി തുടങ്ങാതെ ഫസ്റ്റിനെ നമ്മൾ പറയാം നിയമം എന്താ പറയണം. അല്ലാതെ CS എന്താ പറയണത് എന്നുള്ളതല്ല പറയാം, നിയമം എന്താ പറയണം. അപ്പോൾ അവിടെ വി സ്റ്റാർട്ട് വിത്ത് ആസ് പെർ സെക്ഷൻ 2+85 ഓഫ് ദി കമ്പനീസ് ആക്ട് 2013. സെക്ഷൻ നമ്പർ അറിയില്ലെങ്കിൽ ആസ് പെർ റെലവൻറ്റ് പ്രൊവിഷൻ എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന ഏരിയയാണ് പ്രൊവിഷൻ പാരഗ്രാഫ്. നിയമം എന്താ പറയണം?
മേക്ക് ഷുവർ നിങ്ങൾ ഏത് ടോപ്പിക് പ്രകാരമാണ് ആൻസർ ചെയ്യണത് എന്നുള്ള ആക്ടിന്റെ പേര് കമ്പൽസറിയാണ്. സെക്ഷൻ നമ്പർ കമ്പൽസറി അല്ല എന്നുള്ളൂ, ആക്ടിന്റെ പേര് കമ്പൽസറിയാണ്. ചില ടോപ്പിക്സ് ചിലപ്പോൾ എന്താണ് കോൺട്രാക്ട് ആക്ട്, അതേ സാധനം ചിലപ്പോൾ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ വരും. കാർ വിൽക്കണ വിഷയങ്ങൾ, വാച്ച് വിൽക്കണ വിഷയങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അത് കോൺട്രാക്ട് ആക്ടിലും വരാം, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിലും വരാം. ചില സംഭവങ്ങൾ ചിലപ്പോൾ കോൺട്രാക്ട് ആക്ടിലും നെഗോഷ്യബിളിലും വരാം. സോ ക്വസ്റ്റ്യൻ ഏതിന്നാണ്, എന്ത് വെച്ചിട്ടാണ് നിങ്ങൾ ആൻസർ ചെയ്യണത് എന്ന് ക്ലിയർലി നിങ്ങൾ ആക്ടിന്റെ പേര് ഫസ്റ്റ് മെൻഷൻ ചെയ്ത് കമ്പൽസറിയാണ്. സ്മോൾ കമ്പനി മീൻസ് എ കമ്പനി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ പ്രൊവൈഡഡ് ദാറ്റ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ എക്സെപ്ഷൻസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇത്രയും ഏരിയ പ്രൊവിഷൻ പാരഗ്രാഫാണ് ഫസ്റ്റ്. പിന്നെ നമ്മൾ പറഞ്ഞു ഫാക്ട്. വാട്ട് ഈസ് ഫാക്ട്? ക്വസ്റ്റ്യനിൽ തന്ന ഡാറ്റ സമ്മറി ആയിട്ട് ഷോർട്ടായിട്ട്, വളരെ ഷോർട്ടായിട്ട് പ്രസന്റ് ചെയ്ത് കൊടുക്കുക. ക്വസ്റ്റ്യനിൽ തന്നെ തന്ന ഡാറ്റ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻ ദ ഇൻസ്റ്റന്റ് കേസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻ്റെ 31st March ഓഫ് എസ് പ്രൈവറ്റ് ലിമിറ്റഡ് ടേൺ ഓവർ 1.8 ആണ്, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 80 lakh ആണ്. ഈ പറഞ്ഞ സെൻറ്റൻസ് ആണ് ഫാക്ട്. ക്വസ്റ്റ്യനിൽ തന്ന ഡാറ്റ നമ്മൾ സമ്മറി ആയിട്ട് എഴുതി കൊടുത്തു. പിന്നെ തേർഡ് പോർഷൻ വാസ് അനാലിസിസ്. വാട്ട് ഈസ് അനാലിസിസ്? നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫിൽ നിയമം എഴുതിയല്ലോ, സെക്കൻഡ് പാരഗ്രാഫിൽ ക്വസ്റ്റ്യനിൽ നിന്ന് സംഭവിച്ച് എഴുതിയല്ലോ. ഇത് രണ്ടും കൂടി കോറിലേറ്റ് ചെയ്യുന്ന പാരഗ്രാഫാണ് നമ്മൾ അനാലിസിസ്. അപ്പോൾ തോ എസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആസ് പെർ ടേൺ ഓവർ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ക്രൈറ്റീരിയ സ്മോൾ കമ്പനി എന്നുള്ള സ്റ്റേറ്റസ് ക്വാളിഫൈ ചെയ്യുന്നുണ്ട്. ഇറ്റ് കനോട്ട് ബി കാറ്റഗറൈസ് എ സ്മോൾ കമ്പനി ബിക്കോസ് ഇറ്റ് ഇസ് എ സബ്സിഡറി ഓഫ് അനദർ കമ്പനി. സബ്സിഡറിക്ക് സ്മോൾ എന്നുള്ള സ്റ്റേറ്റസ് കിട്ടൂല എന്ന് നമ്മളിവിടെ എക്സെപ്ഷനിൽ പറഞ്ഞു. ബാക്കിയുള്ള ടേൺ ഓവർ ക്യാപിറ്റൽ ക്രൈറ്റീരിയ ഒക്കെ ശരിയാണ്, സബ്സിഡറി ആയത് കാരണം നിങ്ങൾക്ക് സ്മോൾ എന്നുള്ള സ്റ്റേറ്റസ് കിട്ടൂല എന്ന് പറഞ്ഞ ആ ഏരിയയാണ് അനാലിസിസ്. ലാസ്റ്റ് നമ്മൾ ദിസ് ഇസ് അനാലിസിസ്, ലാസ്റ്റ് നമ്മൾ കൺക്ലൂഷൻ മെൻഷൻ ചെയ്യും. CS പറഞ്ഞാൽ ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. നൗ എല്ലാ ക്വസ്റ്റ്യനും ചിലപ്പോൾ നമുക്ക് ഓരോന്നിനും സെപ്പറേറ്റ് പാരഗ്രാഫായിട്ട് എഴുതാൻ കിട്ടണമെന്നില്ല. ചില സിറ്റുവേഷനിൽ ചിലപ്പോൾ ഫാക്റ്റും അനാലിസിസ്, അല്ലെങ്കിൽ ചില സിറ്റുവേഷനിൽ ചിലപ്പോൾ അനാലിസിസും കൺക്ലൂഷനും ഒറ്റ സെന്റൻസ് ആയിരിക്കും, കുഴപ്പമില്ല. ദ ഫോക്കസ് ദാറ്റ് വി ആർ ട്രൈങ് ടു സേ ഓവർ ഹിയർ ഈസ് ഇത്ര പാരഗ്രാഫ് 4 പാരഗ്രാഫ് ഉണ്ടാവണം എന്നൊന്നുമല്ല. നിങ്ങൾ ആൻസറിന്റെ സീക്വൻസ് ഇതായിരിക്കണം. ഫസ്റ്റ് പ്രൊവിഷൻ എഴുതുക, പിന്നെ ഫാക്ട് എഴുതുക, പിന്നെ അനാലിസിസ് എഴുതുക, പിന്നെ കൺക്ലൂഷൻ എഴുതുക. ആൻസറിന്റെ സീക്വൻസ് ഇങ്ങനെ ആയിരിക്കണം എന്നാണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. ദിസ് ഇസ് ഫോർ കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. ദാറ്റ് വാസ് റിഗാർഡിംഗ് പ്രസന്റേഷൻ. ആൻഡ് പ്രസന്റേഷനിൽ പിന്നെ പറയാനുള്ള പോയിന്റ്, ഇപ്പോൾ രണ്ട് ടോപ്പിക് തമ്മിൽ ഡിഫറൻസ്, ഇപ്പോൾ കണ്ടീഷനും വാറന്റിയും അല്ലെങ്കിൽ കണ്ടീജന്റ് കോൺട്രാക്റ്റും വേജറിംഗ് എഗ്രിമെന്റും തമ്മിൽ ഡിഫറൻസ് എന്താണെന്നൊക്കെ ചോദിച്ചാൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ, മാക്സിമം ഡിഫറൻസിന്റെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഡിഫറൻസ് കോളം വരച്ചിട്ട് തന്നെ ആൻസർ ചെയ്യാൻ നോക്കുക. മാക്സിമം പോസിബിൾ അല്ലാത്ത സിറ്റുവേഷൻസ് മാത്രം ബുള്ളറ്റ് പോയിന്റ്സോ സെന്റൻസ് ആയിട്ട് എഴുതുക. മാക്സിമം നമ്മൾ കോളം വരച്ചിട്ട് പാർട്ട്ണർഷിപ്പും കമ്പനിയും തമ്മിൽ ഡിഫറൻസ് എന്താ ഇങ്ങനെയൊക്കെ വരുമ്പോൾ, അപ്പോൾ അവിടെ അഗെയിൻ ഇഫ് പോസിബിൾ 3 കോളം. ഒന്ന് നമ്മൾ എന്ത് തമ്മിലാണ് ഡിഫറൻസ്, കണ്ടീജന്റ് കോൺട്രാക്റ്റും വേജറിംഗ് എഗ്രിമെന്റും. അവിടെ ബേസിസ് ഓഫ് ഡിഫറൻസ് എന്നുള്ളൊരു തേർഡ് കോളം ഉണ്ടാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയും ബെറ്റർ ആണ്. അത് ബൈഹാർട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ എഴുതുന്ന പോയിന്റ്സിന്റെ ബേസിസിലൊരു ബേസിസിന്റെ ഒരു പോയിന്റ് ഉണ്ടാക്കി കൊടുക്കുക, അത്രേ ഉള്ളൂ. യാ, പ്രസന്റേഷനിൽ പിന്നെ ശ്രദ്ധിക്കേണ്ട പോയിന്റ്സ് ആണ് നമ്മൾ ഈ ഷോർട്ട് ഫോംസ് കാര്യങ്ങളൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കുക കേട്ടോ. നമ്മൾ സാധാരണ ഈ ഫ്രണ്ട്സിനൊക്കെ മെസ്സേജ് അയക്കുമ്പോൾ, വാട്സാപ്പ് അയക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ഷോർട്ട് ഫോംസ് കാര്യങ്ങളൊക്കെ അത് IC സ്പെസിഫിക്കലി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കത് ആ ഒരു സംഭവം യൂസ്ഡ് ആയിട്ട് അത് പേപ്പറിൽ വരുമ്പോൾ ഇത് പ്രൊഫഷണൽ എക്സാം ആണ്, അത് അവോയ്ഡ് ചെയ്യാൻ നോക്കുക. കുറേ വലിച്ചു മാറി കത്തി അടിച്ച് എഴുതാതെ കുറച്ച് കീവേഡ്സ് ഒക്കെ കൊണ്ടുവരാൻ നോക്കുക. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കീവേഡ്സ് മാത്രം ഇട്ടാണ്ട് ഫ്ലോ ചാർട്ട് മാത്രം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. കീവേഡ്സ് അല്ലാത്ത ഏരിയാസ് നിങ്ങൾ പ്രസൻറ്റ് ചെയ്തോളി. ഞാൻ വീക്കാണ് സാറേ, ഇംഗ്ലീഷ് ഭയങ്കര വീക്കാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾ ഇംഗ്ലീഷ് സ്ട്രോങ് ആണോ വീക്കാണോ എന്നൊന്നും നോക്കുന്നില്ല. ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾക്ക് ഹിന്ദി മോഡിലും ലോ എക്സാം എഴുതാനുള്ള പെർമിഷൻ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വി ഹാവ് 2 ഓപ്ഷൻസ്, ഇംഗ്ലീഷ് ആയിട്ട് ഹിന്ദി ആയിട്ട് എഴുതാന്ന് പറയുമ്പോൾ തന്നെ അവർ നിങ്ങൾ ഇംഗ്ലീഷ് ഫോക്കസ് ചെയ്യാൻ നിൽക്കുന്നില്ല. കീവേഡ്സ് ഉണ്ടോ ഇല്ല എന്നുള്ളതാണ് നോക്കണം. കീവേഡ്സ് അല്ലാത്ത ഏരിയാസ് നിങ്ങൾക്ക് ഓൺ വേർഡ്സിൽ പ്രസന്റ് ചെയ്യാൻ പറ്റും. ദെൻ റൈറ്റിംഗ് പ്രാക്ടീസ് ഏകദേശം തീരാനായി. ഇനിയുള്ള പോയിന്റ്സ് പെട്ടെന്ന് സമറൈസ് ചെയ്യാൻ പറ്റും. റൈറ്റിംഗ് പ്രാക്ടീസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. വൈ? കാരണം ലൈക്ക് ഐ സെഡ് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു, നമുക്ക് 4 പേപ്പർ ഉണ്ട്. അക്കൗണ്ട്സ് ഉണ്ട്, ലോ ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്, മാത്സ് ഉണ്ട്. ഇത് രണ്ടും MCQ ആണ്. അവിടെ റൈറ്റിംഗ് പ്രാക്ടീസിന്റെ വിഷയം വരുന്നില്ല. അക്കൗണ്ട്സ് പഠിക്കണമെങ്കിൽ എഴുതണം. ക്ലാസ്സിൽ തന്നെ ഫാക്കൽറ്റി നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തിട്ടാണ് പഠിപ്പിച്ചിട്ടുണ്ടാവുക. സോ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ആ റൈറ്റിംഗ് പ്രാക്ടീസ് അവിടെ വന്നിട്ടുണ്ട്. ലോയിൽ വരുന്ന പ്രശ്നം എന്താ വെച്ചാൽ ലോ കുറേ വാസ്റ്റാണ്. ക്ലാസ്സിൽ ചിലപ്പോൾ കോൺസെപ്റ്റ് പഠിപ്പിച്ചിട്ടായിരിക്കും ഫാക്കൽറ്റി ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവുക. നമ്മളും ചിലപ്പോൾ അതൊക്കെ കേട്ട് മനസ്സിലാക്കി എന്നല്ലാതെ റൈറ്റിംഗ് പ്രാക്ടീസ് നമ്മൾ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവില്ല. എക്സാം ഹാളിൽ പോകുമ്പോൾ എങ്ങനെ പിടിപ്പിക്കണം എന്നുള്ള എഴുതി പിടിപ്പിക്കുന്ന സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാവാത്തൊരു സിറ്റുവേഷൻ വരാറുണ്ട് പൊതുവെ സ്റ്റുഡൻസിന്. അവിടെ എന്താ ചെയ്യാൻ പറ്റുക? പ്രാക്ടീസ് ചെയ്യുക. ഇനിയുള്ള ഡേയ്സ് അറ്റ്ലീസ്റ്റ് ഒരു 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ പോസിബിൾ ആണെങ്കിൽ ഡെയിലി ബേസിസിൽ ക്വസ്റ്റ്യൻസ് അങ്ങനെ സോൾവ് ചെയ്ത് നോക്കുക. ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മെറ്റീരിയലിൻ്റെ ബാക്കിലുള്ള ക്വസ്റ്റ്യൻസ്
റിവിഷൻ ടെസ്റ്റ് പേപ്പേഴ്സ്, മോഡൽ ടെസ്റ്റ് പേപ്പേഴ്സ് ICA ഒതൻറ്റിക് ആയിട്ട് തന്നിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാക്കൽറ്റി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ബാങ്കോ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലെ ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അവർ തന്ന ആൻസറുമായിട്ട് മാച്ച് ആക്കാൻ നോക്കുക. ലൈക്ക് ഐ സെഡ്, കീവേഡ്സ് വരുന്നുണ്ടോ എന്നുള്ളത് തന്നെ ഫോക്കസ് ചെയ്താൽ മതി. ദ മോർ യു ഡു ദിസ്, ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഹെൽപ്ഫുൾ ഫോർ യുവർ എക്സാംസ്. എങ്ങനെ ഹെൽപ്ഫുൾ ആവുക? ബിക്കോസ് വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞു കുറേ പഠിച്ചു പക്ഷേ മാർക്ക് സ്കോർ ചെയ്യുന്നില്ല. ഇൻസ്റ്റിറ്റ്യൂട്ട് എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലുള്ള ആൻസർ ആവുന്നുണ്ടോ എന്നാണ് നമുക്ക് നോക്കണ്ടേ. അതാണ് നമ്മൾ ഈ റൈറ്റിംഗ് പ്രാക്ടീസ് നമുക്ക് കിട്ടുന്നത്. ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, റിക്വയർമെന്റ് ഓഫ് ദി ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക എന്നുള്ളത്. റിക്വയർമെന്റ് ഓഫ് ദി ക്വസ്റ്റ്യൻ മനസ്സിലാക്കാനും നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ, ഈ സ്മോൾ കമ്പനി ഈ ക്വസ്റ്റ്യൻ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ക്ലാരിറ്റി കിട്ടുകയാണ്. തേർഡ്, ടൈം മാനേജ്മെന്റ്. ഇതും നമുക്ക് റൈറ്റിംഗ് പ്രാക്ടീസിന് കിട്ടുന്ന സംഭവമാണ്. 1 മാർക്ക് 1.8 മിനിറ്റ് എന്ന് പറയുമ്പോൾ അതിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലേ, നമ്മുടെ ടൈം എവിടെ സ്പെൻഡ് ആവുന്നത്, ഫുള്ള് നമുക്ക് റൈറ്റിംഗ് പ്രാക്ടീസിലൂടെയാണ് ഇത് ബിൽഡ് ചെയ്യാൻ പറ്റും. മാക്സിമം പോസിബിൾ ആണെങ്കിൽ 1, 2, 3 ക്വസ്റ്റ്യൻസ് ഡെയിലി ചെയ്യാൻ നോക്കുക റൈറ്റിംഗ് പ്രാക്ടീസ് ബിൽഡ് ചെയ്യാൻ. എക്സാം പാറ്റേൺ എങ്ങനെ ഉണ്ടാവുക? നമുക്ക് എക്സാം പാറ്റേൺ, ടോപ്പിക്സിൻ്റെ വെയിറ്റേജ് ഇവിടെ ഉണ്ട്. ഇത് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ സൈറ്റിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതാണ്. എക്സാമിൻ്റെ പാറ്റേൺ നമുക്ക് 20 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ആൻഡ് 100 മാർക്സിൻ്റെ പേപ്പറാണ്. അപ്പോൾ 100 മാർക്സിൻ്റെ പേപ്പർ എന്ന് പറയുമ്പോൾ 20 × 5 100 മാർക്സ്. പക്ഷേ നമുക്ക് 6 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടാവും. ഓഫ് 20 മാർക്സ് ഈച്ച്. 6 ക്വസ്റ്റ്യനിൽ ക്വസ്റ്റ്യൻ നമ്പർ 1 കമ്പൽസറി ആണ്. ക്വസ്റ്റ്യൻ 1 കമ്പൽസറി. ബാക്കി 5 ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഏതെങ്കിലും 4 എണ്ണം എഴുതും. അപ്പോൾ ടോട്ടൽ നമുക്ക് 5 എണ്ണമായി. നൗ ഫസ്റ്റ് കമ്പൽസറി ആണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് തന്നെ എഴുതണം എന്നുള്ള യാതൊരു കമ്പൽഷനും ഇല്ല. പൊതുവേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കമ്പൽസറി ആയതുകൊണ്ട് അത് ട്രിക്കി ആയിരിക്കും. സോ ഐ വുഡ് സജസ്റ്റ് അതന്നെ ഫസ്റ്റ് പോയിട്ട് വായിച്ച് ഹാർട്ട് അറ്റാക്ക് വരാൻ നിൽക്കില്ല. ഇൻസ്റ്റിറ്റ്യൂട്ട് മാക്സിമം നിങ്ങളെ കൊണ്ട് മൈൻഡ് ഗെയിംസ് കളിപ്പിക്കാൻ നോക്കും. നിങ്ങളാകെ ഇല്ലാതാക്കാൻ നോക്കും. എങ്ങനെയൊക്കെ ഒരാളെ മെൻ്റലി തളർത്താൻ പറ്റും. 1, തുടങ്ങുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ട്രിക്കി ആക്കി ഇട്ടുതരാം. സോ ദാറ്റ് അപ്പം തന്നെ നമ്മൾ കുറേ ഡെസ്പായി. 2, നമ്മൾ കുറേ ക്യൂട്ട് ചെറിയ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിച്ച് പോയേ കാരണം നിങ്ങൾക്ക് വലിയ ലെങ്തി സ്റ്റോറിയാണ് തരും. അപ്പം തന്നെ ഒരു ക്വസ്റ്റ്യൻ ബുക്ക്, വെയിറ്റ് ഉള്ള ക്വസ്റ്റ്യൻ ബുക്കാണ് കിട്ടുമ്പോൾ നമ്മൾ അപ്പം തന്നെ ഏകദേശം പകുതിക്കിളി പോയി. ഈ അറ്റംപ്റ്റ് എന്നെ കൊണ്ട് പറ്റില്ല എന്ന രീതിയിലാവും. അതൊക്കെ ഒരു മൈൻഡ് ഗെയിമാണ്, ട്രിക്സ് ആണ്. അവർ റിക്വയർമെൻറ്റ് എന്താണെന്നുള്ള ഫോക്കസ് ചെയ്യുക. ചിലപ്പോൾ വലിയ കഥയൊക്കെ പറഞ്ഞ് തന്നെ വേസ്റ്റ് കാരം. താഴെ ആയിരിക്കും മെയിൻ റിക്വയർമെൻറ്റ് എന്താണെന്ന്. അത് ആലോചിക്കുമ്പോൾ ക്യൂട്ട് ആയിക്കാരം. പക്ഷേ അതിലേക്ക് ബിൽഡപ്പ് ഉണ്ടാക്കിയ സാധനം കാണുമ്പോൾ നമ്മൾ ചിലപ്പോൾ സ്ട്രെസ്ഡ് ഔട്ട് ആവും. നമ്മൾ മൈൻഡ് കൺട്രോൾ ചെയ്യാമെന്നും മൈൻഡ് കാമായി വെക്കുക എന്നുള്ളതും പേപ്പർ ക്ലിയർ ചെയ്യാൻ നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആവുന്ന ഫാക്ടേഴ്സാണ്. അത് നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കുക. ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു ഹോബിയാണ് നിങ്ങളെ കൊണ്ട് മൈൻഡ് ഗെയിംസ് കളിച്ച് നിങ്ങളെ മെൻ്റലി തളർത്തുക എന്നുള്ളത്. അതിനൊന്നും നമ്മൾ നിന്ന് കൊടുക്കരുത്. ഈ പറഞ്ഞ 20 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ തന്നെ അതിൽ പലപ്പോഴും ഒരു ക്വസ്റ്റ്യനിൽ 3 പാർട്സ് ആയിട്ട് ഉണ്ടാവും. നിങ്ങൾക്ക് 7 മാർക്സിൻ്റെ 2 പാർട്ട് ഒരേ ക്വസ്റ്റ്യനിൽ, ഇപ്പോൾ ABC 7 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻ, 6 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, ഈ രീതിയിലാണ് ഉണ്ടാവുക പൊതുവെ. അപ്പോൾ നിങ്ങൾക്ക് 14 മാർക്സും ഇവിടെ 6ഉം 20 ഇങ്ങനെ. ഈ 7ഉം വീണ്ടും ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. 3 മാർക്സ് 4 മാർക്സ് എന്നുള്ള രീതിയിലൊക്കെ സ്പ്ലിറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഹൗ ദ ക്വസ്റ്റ്യൻ പാറ്റേൺ ഈസ് ഗോയിങ് ടു ബി. ദെൻ ടോപ്പിക്സിൻ്റെ വെയിറ്റേജ്. Regulatory framework 0 to 5%, Indian Contract Act 20 to 30%, Sale of Goods Act 15 to 20%. Effectively Sale of Goods Act തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 45 to 50% Sale of Goods Act തന്നെ വരും. ആൻഡ് അഗെയിൻ ഇത് 120 മാർക്സിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളത്. സോ 120% ആയിട്ട് നമ്മൾ ഇതൊക്കെ എടുക്കേണ്ടി വരും. ഇവിടെ അപ്രോക്സിമേറ്റ്ലി 6 മാർക്സിൻ്റെ ഒക്കെ റേഞ്ചിൽ റെഗുലേറ്ററി ഫ്രെയിംവർക്കിന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. Partnership 15 to 20, Limited Liability Partnership 5 to 10, Companies Act 15 to 20, Negotiable 10 to 15. ഇൻസ്റ്റിറ്റ്യൂട്ട് മാക്സിമം ഈ പറഞ്ഞ വെയിറ്റേജിലേക്ക് എന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ നോക്കാറുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, എനിക്ക് കുറേ മെസ്സേജസ് ഒക്കെ വരാറുണ്ട്. സാറേ സ്പെഷ്യൽ കോൺട്രാക്ട്സിന് എത്ര മാർക്സിന് ക്വസ്റ്റ്യൻ വരും? സ്പെഷ്യൽ കോൺട്രാക്ട്സ് ഏത്? നമ്മൾ ഏജൻസി, ഇൻഡെംനിറ്റി, ഗ്യാരണ്ടി, ബെയിൽമെൻറ്റ്, പ്ലെഡ്ജ്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ നിന്ന് 20 to 30 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. സാർ അതെല്ലാം നമ്മൾ ചോദിച്ചു, സ്പെഷ്യൽ കോൺട്രാക്ട്സ് എത്ര ക്വസ്റ്റ്യൻ വരും? ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ നിന്ന് 20 to 30 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. സാറേ ചെവി കേൾക്കൂല നിങ്ങൾക്ക്, നമ്മൾ ചോദിച്ചത് സ്പെഷ്യൽ കോൺട്രാക്ട്സ് ഏജൻസിയിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻ വരും? ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ നിന്ന് 20 to 30 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അറിയില്ല ഏജൻസിയിൽ നിന്ന് എത്ര വരും. ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ പറഞ്ഞില്ല. ഇൻസ്റ്റിറ്റ്യൂട്ട് ആകെ കോൺട്രാക്ട് ആക്ട് നിന്ന് ഇത്ര എന്ന് പറയുമ്പോൾ അത് അവർക്ക് നേച്ചർ ഓഫ് കോൺട്രാക്ടിന് ചോദിക്കാം, എസെൻഷ്യലിന് ചോദിക്കാം, എവിടുന്ന് ചോദിക്കാം. വി ഡോണ്ട് നോ. ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. എൻ്റെ സൈഡിൽ നിന്ന് ലോന് നമ്മൾ എങ്ങനെയാണ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്? നമ്മളൊരു ഡൗട്ട് ക്ലിയറിംഗ് കമ്മ്യൂണിറ്റി ഉണ്ട്, ലോന് ഡൗട്ട് ക്ലിയറിംഗ് കമ്മ്യൂണിറ്റി ഉണ്ട്. അതിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ
നിങ്ങളെ ഡൗട്ട്സ് നമ്മൾ ഡിസ്കസ് ചെയ്യും. നിങ്ങൾ എനിക്ക് പേഴ്സണലി വാട്സാപ്പിൽ അയച്ചു തന്നാൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അത് നമ്മൾ ആ കമ്മ്യൂണിറ്റിയിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതിൽ ബെനിഫിറ്റ് എന്താ വെച്ചാൽ ബാക്കിയുള്ള സ്റ്റുഡൻസ് ചോദിക്കുന്ന ഡൗട്ട്സ് നിങ്ങൾക്ക് അവിടെ ആക്സസ് ചെയ്യാൻ പറ്റും. ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ലെറ്റ് മീ നോ നിങ്ങൾ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യണമെങ്കിൽ ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പർ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് വന്ന ഫൗണ്ടേഷനിലെ ഡൗട്ട്സ് ഒരു പക്ഷേ ഞാൻ സ്റ്റുഡൻസിനോട് പറയാറുണ്ടെങ്കിൽ ഒരു 2-3 ദിവസം വെയിറ്റ് ചെയ്യുന്നുള്ളത്. ഞാൻ ഇപ്പോൾ ഇൻ്റർനെറ്റ് എക്സാം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇൻ്റർനെറ്റ് എക്സാമിൻ്റെ തിരക്കിലായിരുന്നു. അപ്പോൾ അങ്ങനെ ക്ലിയർ ചെയ്യാൻ പെൻഡിങ് ആയിട്ടുള്ള ഡൗട്ട്സ് നിങ്ങൾ ഒന്നുകൂടി ഒന്ന് റിമൈൻഡർ ഇടുക. ബാക്കി കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ ഞാനിവിടെ പ്രൊവൈഡ് ചെയ്ത വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടിട്ട് നമുക്ക് ജോയിൻ ചെയ്യാം. യൂസ്ഫുൾ ആവും ഇൻഷാ അല്ലാഹ്. ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഡു വെൽ.